ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ഫെസ്റ്റ് 2025 നമ്മുടെ ആശ്രാമം മൈതാനത്ത് നടക്കുന്ന ഇൻവിസിബിൾ വാട്ടർഫോൾസൊക്കെ ഉള്ള ആ ഒരു ഫെസ്റ്റിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ചെന്നപ്പോൾ ഞാൻ ഈ സംഭവം എന്തുവാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, വല്ല റൈഡോ വല്ലതും ആണോ എന്ന്. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി അതൊരു സ്കൈ ഡൈനിങ് ആയിരുന്നു, ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കാം. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴത്തേനും നമ്മുടെ ജലധാര അങ്ങോട്ട് സ്റ്റാർട്ടായി. ഇതങ്ങോട്ട് സ്റ്റാർട്ടായപ്പോൾ ഞങ്ങളെല്ലാവരും ചാർജ് ആയ പോലെ തോന്നി കേട്ടോ. ഞങ്ങളെല്ലാവരും ഇത് കണ്ടിട്ട് വാവ് എന്ന് പറഞ്ഞുകൊണ്ട് അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ആ അന്തം വിടിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും പറ്റും. പിന്നെ ഇതെല്ലാം കൂടി ഫുൾ അങ്ങോട്ട് ഓണായി കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഒരു റിയൽ വാട്ടർഫോൾസിൻ്റെ മുന്നിൽ നിൽക്കുന്ന സെയിം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ആ തണുപ്പാണെങ്കിലും കാറ്റാണെങ്കിലും പിന്നെ അവിടെ നിന്നവരെല്ലാവരും വയസ്സൊന്നും നോക്കിയില്ല, എല്ലാവരും ചാടി ഇതിനകത്ത് ഭയങ്കര കളിയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത് വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് ഇച്ചിരി അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഇച്ചിരി ബേർഡനായിട്ട് തോന്നിയ കാരണം ഞാൻ അതൊക്കെ മാറ്റിയിട്ട് ഞാൻ അങ്ങോട്ട് കളത്തിലോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ അവിടെ ഒരു ബ്രേവ് ആയിട്ടുള്ളൊരു ഗേളിനെ കണ്ടു കേട്ടോ. ഈ കുട്ടിക്ക് എത്ര പാമ്പിനെ തൊട്ടിട്ടും മതിയാവുന്നില്ല. അത് കണ്ടപ്പോൾ എൻ്റെ എക്സ്പ്രഷനാണ് ദേ ഈ കാണുന്നത്. പിന്നെ കിളികളെല്ലാം കൂടി അങ്ങോട്ട് പറക്കാൻ തുടങ്ങി. ഇതിനി അവരെന്തെങ്കിലും സിഗ്നൽ കൊടുത്തപ്പോൾ അത് പറന്നതാണോ എന്ന് വരെ ഞങ്ങൾക്ക് ഡൗട്ട് തോന്നിപ്പോയി. ലാസ്റ്റാണ് ഞാൻ വീഡിയോ എടുത്തത്, അതുകൊണ്ട് ഫുള്ള് കിട്ടിയില്ല. പിന്നെ ഇതെല്ലാം കണ്ട് തണുത്ത് വിറച്ചപ്പോൾ ഒരു പാവം തത്തമ്മ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇത് ഭയങ്കര ഒരു ചെറിയ മങ്കിയാണ്. ഇതിനെ അങ്ങനെ അവർ വെളിയിലൊന്നും വിടുന്നില്ല, അത്ര കുസൃതി ആവണം. പിന്നെ ഒരു റിയൽ ലവ് ബേർഡ്സിനെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ആഫ്രിക്കൻ പാരറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു പാരറ്റും അവിടെ ഉണ്ടായിരുന്നു. ഇതിനെ എല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ ചുമ്മാതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്തു. ഇത് കൊള്ളായിരുന്നു. ആ കിളികൾ പറന്ന സെഗ്മെൻ്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബാക്കിയെല്ലാം നമ്മൾ ജസ്റ്റ് നോക്കിക്കണ്ട് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഫേക്ക് ഫ്ലവർ ഷോ കണക്കത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കുറേ ഇതിൻ്റെ എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. കുട്ടികളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. നമുക്കൊന്നും വലുതായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ ചില ലേഡി ബേർഡ്, ഹണി ബീ അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതേ മൂവ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ആകെ അവിടെ ഉണ്ടായിരുന്ന ഒരു എക്സൈറ്റിംഗ് ഫാക്ടർ. ഇത് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു, അനങ്ങുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി കറങ്ങി നടന്നു. അതിൻ്റെ കൂടെ ഞാനിങ്ങനെ ഒരു സെൽഫി വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തിത് അതിൻ്റെ മൂവ്മെൻറ്റ് നിർത്തിയെന്ന്. എനിക്ക് നമ്മൾ എവിടെ പരിപാടിയെ അവതരിപ്പിച്ചാലും അങ്ങനെയാണല്ലോ, അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേനും അത് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ച്. പിന്നെ അവിടെയൊക്കെ കറങ്ങി നടന്നു, പൂക്കളും പുഴകളും ഒക്കെ നോക്കിക്കണ്ടിങ്ങനെ വന്നപ്പോഴാണ് അടുത്തത് നമുക്കൊരു സ്കൂബ ഡൈവറിനെ കണ്ടത്. സ്കൂബ ഡൈവർ എല്ലാവരെയും വേവ് ചെയ്യുന്നുണ്ട്, ഫ്ലൈയിങ് കിസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറങ്ങി വന്നപ്പോഴാണ് ഞാൻ കണ്ടത്, വാ, ഒരു മത്സ്യകന്യക അവിടെ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. ഒരു പാവം മത്സ്യകന്യക രാവിലെ മുതൽ വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നീന്തി തുടിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതും കണ്ടിട്ടും കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ അവർ ഇതേ ഫ്ലൈയിങ് കിസ്സൊക്കെ തന്നു. ഇനി മത്സ്യകന്യക ശ്വാസം എടുക്കാൻ പോകുന്ന ഒരു സീനാണ്. ശ്വാസമൊക്കെ എടുത്തിട്ട് അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പായ്ക്കപ്പൽ കണക്കത്തെ ഒരു സെറ്റപ്പ്, ഒരു മുത്തുച്ചിപ്പി, അവിടെ ഇരുന്ന് ഫോട്ടോ ഒക്കെ നമുക്ക് എടുക്കാം. ഒരു ഊഞ്ഞാല് കണ്ടപ്പോൾ നിന്ന് കുഴഞ്ഞ കാരണം ഞാൻ ഇച്ചിരി നേരം ഇരുന്ന് അങ്ങ് ആടി. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സ്റ്റോളൊക്കെ ഒന്ന് കറങ്ങി കാണാം എന്ന് കരുതി. ബുക്സ് ഉണ്ട്. പിന്നെ നമ്മുടെ എൻ്റെ അട്രാക്ഷൻ ഇങ്ങോട്ടൊക്കെയാണ് പോകുന്നത് കേട്ടോ. ചുരിദാർ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെയാണ്. 1000 എബോവ് ആണ് എല്ലാത്തിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി എന്നല്ലാതെ ഒന്നും വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി കണ്ടു. ഇനിയാണ് നമ്മുടെ ഏരിയ വന്നിരിക്കുന്നത്. എനിക്ക് ഈ ഒരു സ്റ്റോള് മൊത്തം വാങ്ങണം എന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങോട്ടധികം നോക്കിയില്ല. പിന്നെ നമ്മുടെ കോലാലംപൂർ ചെപ്പൽസൊക്കെ അവിടെ ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി ട്രഡീഷണൽ ഔട്ട്ഫിറ്റ്സിൻ്റെയൊക്കെ കൂടെ, ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സിൻ്റെയൊക്കെ കൂടെ കിടുക്കി തിമർക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ സ്റ്റോളെല്ലാം എക്സ്പ്ലോർ ചെയ്തിങ്ങനെ വന്നപ്പോൾ കുറേ ഹൽവ,
കുറേ സ്നാക്സ് ഇങ്ങനെയുള്ള ഏരിയസിലൊക്കെ പോയി. പിന്നെ ഇത് എന്തൊക്കെയോ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ ഫാൻസി സ്റ്റോറൊക്കെ പോലെ. പിന്നെയും നമ്മൾ കറങ്ങി തിരിഞ്ഞെത്തിയിരിക്കുന്നത് മറ്റൊരു സ്ഥലത്താണ്. എന്നെ ഇവിടെ അട്രാക്റ്റ് ചെയ്തത് സാരീസാണ് കേട്ടോ കൂടുതലായിട്ട്. പിന്നെ ചുരിദാർ മെറ്റീരിയൽസ് ഉണ്ട്, ഷോള് മാത്രമായിട്ടുള്ളതുണ്ട്. അങ്ങനെ ഞങ്ങൾ വെറുതെ വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ചുമ്മാ ഒന്ന് കയറി നോക്കി. പുള്ളി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. റിയലാണ്, പ്രിൻ്റൊക്കെ റിയലാണെന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ ബാഗ്സ് കണ്ടു. അവിടുന്ന് നേരെ കുറേ ട്രഡീഷണൽ സാധനങ്ങൾ ഒക്കെ വിൽക്കുന്ന ഒരു സ്റ്റോൾ കണ്ടു. പിന്നെ അച്ചാറുകളുടെ ഒരു കമനീയ ശേഖരം തന്നെ കണ്ടു കേട്ടോ. ഒരുപാട്, എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ടേസ്റ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞു, ഞങ്ങളതൊന്നും നോക്കിയില്ല. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറായിരുന്നു കേട്ടോ ഇത്. ഇവിടെ കുറേ യുണീക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഒരു ഇറേസറാണ്. കണ്ട ഒരു ചോക്ലേറ്റ് ആണെന്നല്ലേ തോന്നുന്നത്. പിന്നെ ഞാൻ കണ്ട വേറൊരു സാധനം, ഇതൊരു ഡയറി അല്ലെങ്കിൽ ഒരു നോട്ടാണ്, ചോക്ലേറ്റ് നോട്ട്. ഇതിന് ആക്ച്വലി നല്ല ചോക്ലേറ്റിൻ്റെ റിയൽ ചോക്ലേറ്റ് സ്മെല്ലും ഉണ്ട്. അത് വാങ്ങി. പിന്നെ ഒരു ഫുഡ് കോർട്ടായിരുന്നു. ഫുഡ് കോർട്ടിൽ ഞങ്ങൾ ട്രൈ ചെയ്തത് കുറേ ചാറ്റ്സ്, പിന്നെ പനിപ്പൂരി, കുറേ ചാട്ട് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത്. മെയിൻ കോഴ്സ് ഒന്നും നോക്കിയില്ല കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കുറേ കഴിച്ചു. ഞങ്ങൾ ഇനിയും തിരിച്ചു പോകുന്നത് ആ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ടാണ്. അപ്പോഴാണ് ഞാൻ കണ്ടത്, രാത്രിയാണ് ഇതിന് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി എന്ന് തോന്നിപ്പോയി. അത്രയ്ക്ക് രസമായിരുന്നു കേട്ടോ. ഇത് ഈ വെള്ളം, ആക്ച്വലി ഈ ഫെസ്റ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വാട്ടർഫോൾസ്, ഇൻവിസിബിൾ വാട്ടർഫോൾസ് തന്നെയാണ്. അങ്ങനെ ഞങ്ങളുടെ ഒരു ബ്യൂട്ടിഫുൾ ഡേ ഇവിടെ അവസാനിക്കുകയാണ്. എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ പ്ലീസ് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.